ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബലൂൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തൊക്കെയും ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത്രയും ഒരു മിനിമം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇടാമെന്നുണ്ടെങ്കിൽ ഒരു ബലൂൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ലൈസൻസോ രജിസ്റ്റർ ചെയ്യുന്നതിനോ ഒന്നും നിർബന്ധമില്ല, നമുക്ക് അല്ലാതെയും സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റിലേക്ക് എത്തിയത്, എങ്ങനെയാണ് ഞാൻ ഓർഡേഴ്സ് അവർ പറയുന്ന ഒരു രീതിയിലോട്ട് ഞാനത് ഫുൾഫിൽ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ബാക്കി പ്രൊമോഷൻസ്, അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിംഗ് ചെയ്തത് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ക്ലയൻറ്റ്സ് എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരുടെ ആ ഒരു വേണ്ട ഡിസൈനിലേക്ക് എങ്ങനെയാണ് ഞാൻ എത്തിയത്, അല്ലെങ്കിൽ പിക്കപ്പ് ഡെലിവറി അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ FBയിലാണ് മാർക്കറ്റ് പ്ലേസിൽ അഡ്വർടൈസിങ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഇടുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഡിസൈൻ ആയിരുന്നില്ല. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, എൻ്റെ അങ്ങനെ ഭയങ്കര നല്ല ഡിസൈൻസോ കാര്യം എനിക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പല നല്ല ഡിസൈൻസും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാം കുഴപ്പമില്ല എന്ന് ഞാൻ ചില വീഡിയോസൊക്കെ യൂട്യൂബ് ഒരുപാട് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കുഴപ്പമില്ല എനിക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് ഞാനത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ആകെ ഞാൻ ചെയ്തേക്കുന്നത് പിള്ളേരുടെ ബർത്ത്ഡേസിനും അല്ലെങ്കിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ജസ്റ്റ് വളരെ കുറച്ച് ബലൂൺസ് ഏറ്റവും മിനിമൽ കോസ്റ്റിനകത്ത് എത്രയാണോ എവിടെ നിന്നാണോ ബലൂൺസ് മേടിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഇന്ന കളറ് അല്ലെങ്കിൽ ഇന്ന തീം അങ്ങനെയൊന്നും ഒരിക്കലും നോക്കിയിട്ടില്ല. സോ ഞാൻ എൻ്റെ FBയിൽ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 5 ഡിസൈൻസാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ആ ഡിസൈൻസ് ഇട്ടത് ഞാൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫ്രീ സ്റ്റാൻഡിങ് ഗാർലൻഡ്സ് എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഗ്രാബ് ആൻഡ് ഗോ ഗാർലൻഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത്. അതായത് ഞാൻ ചെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല, ഒരിക്കലും അതിനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. മൂത്തകുട്ടി ഏകദേശം ചെറുതായിരുന്നു, പ്രീ സ്കൂളിലോ അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പോകണം എന്നുണ്ടെങ്കിലും ഹസ്ബൻഡിൻ്റെയും കൂടി ഷിഫ്റ്റും എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്ലാൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ ഒരു ചെറിയ ഇൻഡോർ ഫങ്ഷനാണ്, മേ ബി ഒരു 10, 15, 20 മാക്സിമം അത്രേ ആൾക്കാരേ ഉള്ളൂ. വലിയ സെറ്റപ്പ് ഒന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും കുറച്ചൊരു മിനിമൽ ഒരു എന്തെങ്കിലും ഡെക്കറേഷൻസ് വേണം, വളരെ കുറച്ച് ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വേണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. കാരണം ഞാൻ ഒരിക്കലും എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് ഡിസൈൻസ് ചെയ്ത് ആരും എന്നെ റെഫർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. സോ എനിക്ക് ഓർഡർ കിട്ടുക, കുറച്ച് ആൾക്കാർ എന്നെ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇവൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ അതിനനുസരിച്ച് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അവരെ നമ്മൾ എയിം ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് വലിയ ഇവൻറ്റ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു ബഡ്ജറ്റ് അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 10 പേരുടെ പരിപാടി നടത്തുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ മെയിൻലി ഞാൻ ഫുഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും ഞാൻ എൻ്റെ ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ടുണ്ടാവുന്നത്. അല്ലാതെ മേ ബി ഡെക്കറേഷൻ ഒരുപാട് ഉണ്ടായിരിക്കണം എന്നില്ല. ഡെക്കറേഷൻ കാര്യം ഈ 10 പേര് 15 പേരെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ചിലപ്പോൾ വീട്ടിൽ തന്നെ ജസ്റ്റ് ഒരു പരിപാടി ആയിരിക്കും. 15 പേരുണ്ടെങ്കിലും ചിലപ്പോൾ വീട്ടിൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും. സോ ഡെക്കറേഷന് വേണ്ടി ഒരുപാട് ബഡ്ജറ്റ് ആരും മാറ്റി വെച്ചിട്ടുണ്ടാവണേ ഇരിക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചാർജ് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു കസ്റ്റമേഴ്സിനെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതായിരുന്നു എൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ 5 to 6 feet ഒരു ലെങ്ത്താണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഞാൻ സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പെർ ഫീറ്റിനോ അല്ലെങ്കിൽ ഇത്ര അവേഴ്സ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നു, സോ പെർ മണിക്കൂർ ഇത്ര എന്ന് ഞാനൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടുന്ന ഓർഡേഴ്സിൻ്റെ എത്രയാണോ ബലൂൺസ് എനിക്ക് വേണ്ടത്, ആ ബലൂൺസ് ഞാൻ മേടിക്കുന്ന എൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്
പ്ലസ് $5-10 എക്സ്ട്രാ ഞാൻ ഇടും. ഡിപ്പെൻസ് ഓൺ എത്ര ഓർഡറായിട്ട് ഞാൻ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി മേടിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഗ്യാസ് കാശ് കണക്കാക്കും. ബട്ട് ഓവറോൾ എനിക്ക് ചിലവാകുന്നത് എത്രയാണത്, ഞാൻ ഓൺലൈൻ മേടിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ചിലവാകുന്നത് എത്രയാണോ അതിനേക്കാളും $5-10, അതായത് എനിക്ക് നഷ്ടം വരാൻ പാടില്ല. അതാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്, ചാർജ് ചെയ്തിരുന്നത്. സോ എനിക്ക് ആദ്യം കിട്ടിയിരുന്ന 5-6 ഫീറ്റ് അങ്ങനത്തെ ഗാർലൻഡ്സ് ആയിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം. എൻ്റെ ഫസ്റ്റ് ഫ്യൂ ഗാർലൻഡ്സ് എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് തുടങ്ങിയത് ഓർഗാനിക് അങ്ങനെ ഒരു ലുക്കൊന്നും ആയിരുന്നില്ല. ജസ്റ്റ് ഒരു ബേസിൽ നിന്ന് കുറച്ച് വൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരുമ്പോൾ കുറച്ച് നാരോ ആയിട്ട് വരുന്ന ഒരു ആർച്ച് പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പ്, അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് വരുന്ന ക്ലയൻസിന് വീട്ടിൽ കൊണ്ടത് വെച്ച് കഴിയുമ്പോൾ, വീട്ടിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും ഇനിയിപ്പോൾ ഒരു ഹോളാണെങ്കിൽ പോലും കൊണ്ടുവയ്ക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ അവർക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് അവർക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം. എന്നാലാണ് അവരെന്നെ പിന്നെ ഒരു പ്രാവശ്യം കൂടി അപ്രോച്ച് ചെയ്യുള്ളൂ വേണ്ടി വന്നു കഴിഞ്ഞാൽ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ച് സമയം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേ ഉള്ളൂ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത്. സോ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് അവർക്കും ഈസി എനിക്കും ഈസി എല്ലാം നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഷേപ്പ് ഇത് മനസ്സിൽ പോയത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു 3-4 മന്ത്സ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു 3 മന്ത്സ് ഏകദേശം ആ ഒരു ഷേപ്പ് തന്നെയാണ് ഞാൻ കീപ്പ് ചെയ്തിരുന്നത്. പലരും അതിൻ്റെ ഇടയ്ക്ക് ഓർഗാനിക് ലുക്കുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ 18 ഇഞ്ച് ബലൂൺസ് ഞാൻ സ്റ്റാർട്ടിങ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കിറ്റായിട്ട് ഞാൻ മേടിക്കൽ കുറവായിരുന്നു. ഞാൻ മേടിച്ചിരുന്നത് ഇവിടുന്ന് ലോക്കൽ നമ്മുടെ അടുത്ത് ബലൂൺസ് സെല്ല് ചെയ്യുന്ന ഒരു പുള്ളിക്കാരുടെ കയ്യിൽ നിന്നായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് ഡിസൈനിനകത്ത് 18 ഇഞ്ച് ഉണ്ടെങ്കിൽ പോലും ഞാൻ മാക്സിമം അത് കുറച്ചിട്ട് നമ്മുടെ 12 ഇഞ്ചിൻ്റെ ബേസ് ബലൂൺസ് 12 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ചാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. എക്സ്ട്രാ ഡീറ്റെയിലിങ്ങിന് വേണ്ടി ചെറുത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ഇഞ്ചും യൂസ് ചെയ്തിരുന്നു. പക്ഷേ 18 ഇഞ്ച് 36 ഇഞ്ച് അതൊന്നും ഞാൻ പോയിട്ടില്ല. 24 ഇഞ്ച് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ് 10, 12, 5 ഇഞ്ചസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത് പ്രൊമോട്ട് ചെയ്തത് FB മാർക്കറ്റ് പ്ലേസിലായിരുന്നു. സോ എൻ്റെ ഫസ്റ്റ് ഫ്യൂ ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഞാൻ അവർക്ക് ഐഡിയാസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അവർക്ക് ഏത് കളേഴ്സാണ് വേണ്ടത്. എനിക്കൊന്നും വളരെ കുറച്ചാണ്, എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്ക് സജഷൻസ് വേണം, ഇന്നതാണ് ഇവൻറ്റ്, ഇന്ന ദിവസമാണ്, ഞങ്ങൾക്ക് കളർ തീമൊന്നുമില്ല അല്ലെങ്കിൽ ഡ്രസ് കോഡൊന്നുമില്ല, ബട്ട് ഞങ്ങൾ ലൈറ്റ് ഷെയ്ഡ്സ് പ്രിഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് പ്രിഫർ ചെയ്യുന്നു, കുറച്ച് ബ്രൈറ്റ് ആയിരിക്കണം, കളർഫുൾ, അങ്ങനെ കുറച്ച് ഐഡിയാസ് തരും. ബട്ട് നോ ഐഡിയ, നോ തീം, അങ്ങനെയുള്ളത് വളരെ കുറച്ച് ക്ലയൻസേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു ഒരു 80-85% എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കണം വേണ്ടേ, എന്നാൽ ഇന്ന ഡിസൈൻ എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഇപ്പോൾ വീട്ടിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സെറ്റപ്പ് എനിക്ക് കേക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ട്, ഞാനിങ്ങനെ ഒരു ബാനർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അവർക്ക് സജഷൻസ് കൊടുക്കും. അപ്പോൾ അവർ ബാനറൊക്കെ വെക്കുന്നുണ്ട് എന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാക്ക് ഡ്രോപ്പ് വേറെ അവർ മേടിക്കുന്നുണ്ട്, വെക്കുന്നുണ്ട്, ഒട്ടിക്കുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ വെക്കാനാണ് ബലൂൺ വേണ്ടത് എന്നൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ആ ബാക്ക് ഡ്രോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് ചോദിക്കുമായിരുന്നു. ഡയമെൻഷൻസ്, ലെങ്ത്ത്, വിഡ്ത്ത് ഒക്കെ ചോദിക്കും. അപ്പോൾ അവർക്കത് ഫ്ലോറിൽ നിന്ന് നിൽക്കുന്ന രീതിയിലാണോ വേണ്ടത്, അതോ ബാക്ക് ഡ്രോപ്പ് ഇനി ഫ്ലോർ ലെവലിൽ നിന്നല്ല പൊക്കത്തിൽ നിന്നാണോ അവർ ഒട്ടിക്കുന്നതെങ്കിൽ അവിടെ നിന്നാണോ വേണ്ടത്. സോ അങ്ങനത്തെ ഡയമെൻഷൻസൊക്കെ ഞാൻ കളക്ട് ചെയ്യും. അതനുസരിച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ലെങ്ത്തും ബലൂണിൻ്റെ ഗാർലൻഡിൻ്റെ അങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ സ്റ്റാർട്ടിങ് പറയുവാണെങ്കിൽ മെയിനായിട്ട് ചെയ്തു കൊടുത്ത ഒരുമാതിരിപ്പെട്ട എല്ലാ ക്ലയൻസിൻ്റെയും ഷേപ്സ് എന്ന് പറയുന്നത് സെയിം ആയിരുന്നു. സോ ഒരു 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ചേഞ്ച് ഇതിനകത്ത് വരുത്തണം. സോ എനിക്ക് ഓർഗാനിക് ലുക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഓർഗാനിക് ലുക്കിനകത്ത് 18 ഇഞ്ച് ബലൂൺസ് വരുന്ന സമയത്ത് അത് കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരുപാട് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് ബലൂൺസ് കളേഴ്സ് വെച്ചിട്ട്
പിന്നീട് ഇത് ഇൻ കേസ് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടമായി പോകും. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓർഡർ വരുന്നതിനനുസരിച്ച് ഓർഡർ ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ മേടിക്കുന്ന ആളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്തിട്ടിരുന്നത്. സോ അങ്ങനെ ഒരു 6 months എൻ്റെ ഒരു ജേർണി പോയി. എനിക്ക് തോന്നുന്നു ആ 6 monthsനകത്ത് ഓൾമോസ്റ്റ് എല്ലാ മന്ത്സും 2 orders വെച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എക്സെപ്റ്റ് മേ ബി 1-2 മാസം മാത്രമേ കിട്ടാതിരുന്നിട്ടുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ മാസങ്ങളിലും ഒരു 2 ഓർഡർ മിനിമം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഇവൻറ്റ്സ്, ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ആഡമിൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ബലൂൺസ് ഡെക്കറേഷൻസ് ചെയ്യുന്നത് ഞാൻ സെക്കൻഡ് ഹാൻഡ് കൊടുത്തിട്ടുണ്ട്, മാർക്കറ്റ് പ്ലേസിൽ വിറ്റിട്ടുണ്ട്. അതായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത ഞങ്ങളുടെ ഡെക്കറേഷൻസിൻ്റെ ബലൂൺസ് ഞാൻ സെക്കൻഡ് ഹാൻഡ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ നിന്ന് ഒരു വിത്തിൻ 2 days കണക്കാക്കിയിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരും മേടിച്ചു പോയിട്ടുണ്ട്. അപ്പോഴാണ് ആക്ച്വലി എനിക്കൊരു തോട്ട് വന്നേ, ഓക്കെ ഞാൻ ചെയ്ത ബലൂൺസ് വേറൊരാൾക്ക് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, എൻ്റെ ഒരു ഇവൻറ്റിന് യൂസ് ചെയ്യാം എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ട്യൂ ബാഡ്. അതാണ് എനിക്ക് വന്നൊരു തോട്ട്. അപ്പോൾ അത്രയും മോശപ്പെട്ട രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്, വലിയ കുഴപ്പമില്ല വേറൊരാൾക്ക്. കാരണം ഞാൻ ചെയ്ത ഓർഡർ എനിക്ക് തോന്നുമ്പോൾ ദ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അടിപൊളി, നല്ല സൂപ്പറായിട്ടുണ്ട്. പക്ഷെ വേറൊരാൾ നമുക്കൊരു ഒപ്പീനിയൻ, അതും നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ഒരാളല്ല, നമ്മുടെ ഫാമിലി മെമ്പർ അല്ല, അവരൊക്കെ നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് ചിലപ്പോൾ പറയാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഡെൻസി, നല്ല രസമുണ്ട് കേട്ടോ എന്ന് പറയും. എല്ലാവരും പറയാറുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ വിഷമിപ്പിക്കണ്ട എന്ന് ചിന്തിച്ച് പറയുന്നവരായിരിക്കും കൂടുതൽ. ഇപ്പോൾ നമ്മളും സെയിം തന്നെയായിരിക്കും, അയ്യോ മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കും. പക്ഷെ ഇത് നമ്മളൊന്നും അറിയാത്ത ഒരാൾ ഇത് നമ്മളുടെ നിന്ന് മേടിക്കുമ്പോൾ അതിനർത്ഥം അത് അവർക്ക് യൂസ് ചെയ്യാൻ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെന്നാണല്ലോ. അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്, ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ്. ദെൻ ഞാൻ വിചാരിച്ച് ഓക്കെ ഇങ്ങനൊരു കാര്യം ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് വേറൊരാൾ മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വേറൊരാൾ ഉണ്ടാവും ക്ലയൻ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇനീഷ്യൽ ജേർണി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് 3 years ആവുന്ന ചെയ്തു തുടങ്ങിയിട്ട്. ഹാപ്പി ആയിട്ടിരിക്കുന്ന ചെയ്യുന്ന ഒരു വർക്കിനകത്തുള്ള സാറ്റിസ്ഫാക്ഷനേക്കാളും കൂടുതൽ പുതിയ പുതിയ ഡിസൈൻസ് ട്രൈ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ കൂടുതൽ പുറത്ത് ഇൻസ്റ്റാളേഷന് പോകുന്നുണ്ട്. കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, സ്റ്റാൻഡുകൾ മേടിച്ചു, എക്സ്ട്രാ ഗ്ലൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചു. ബലൂൺ ബൊക്കറ്റ്സ് ചെയ്യുന്നുണ്ട്, ബലൂൺ കോളംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഞാൻ എനിക്ക് തന്നെ ഉണ്ടാവുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ എടുക്കുന്ന ടൈം എല്ലാം ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. സിൻസ് എന്നാണോ എനിക്ക് എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് കിട്ടിയ ആ ഫസ്റ്റ് ഓർഡർ തൊട്ട് ഇന്ന് വരെ കിട്ടിയേക്കുന്ന എൻ്റെ എല്ലാ ഓർഡേഴ്സിനും എത്ര എനിക്ക് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ട്, ഓരോ ഓർഡേഴ്സിനും എത്ര ടൈം ഞാൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, ഏത് ബ്രാൻഡാണ് ബലൂൺസ് ഞാൻ യൂസ് ചെയ്തത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു എക്സൽ ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇത് മേ ബി അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഞാനതൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻ കേസ് ഞാൻ ചെയ്ത സെയിം ഒരു ഡിസൈൻ വേറൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മേ ബി അതിനകത്ത് എത്ര ബലൂൺസ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തത്. എല്ലാ ബ്രാൻഡ്സും ആമസോണിൽ നിന്ന് മേടിക്കുന്നത് നല്ലതല്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നോക്കാനും, അല്ലെങ്കിൽ അത് എത്ര ലെങ്ത് ആയിരുന്നു, ഞാൻ എത്ര ടൈം എടുത്തു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത്. അല്ലാതെ ഒരു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഏകദേശം ഒരു ഊഹം വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ഇപ്പോഴും അതൊരു എന്താ പറയുന്നത്, സ്റ്റാർട്ടിങ് തൊട്ടേ ചെയ്തൊരു കാര്യമാണ്. സോ ഇപ്പോഴത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി സ്റ്റാർട്ടിങ് ആ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്തത്, എങ്ങനെയാണ് എൻ്റെ ക്ലയൻറ്റ്സ് അപ്രോച്ച് ചെയ്തത്. സോ FB മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു. ആൻഡ് അവർ പറയുന്ന ഡിസൈനും അവർ പറയുന്ന ഒരു കളർ കോമ്പിനേഷനും അനുസരിച്ചിട്ടാണ് ഞാൻ കൂടുതലും പോയേക്കുന്നത്. എക്സെപ്റ്റ് ഫ്യൂ അവർക്ക് വലിയ ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവർ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസൈൻസ് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, മാർക്കറ്റ് പ്ലേസിൽ ഞാൻ അഡ്വർടൈസ് ചെയ്തപ്പോഴാണെങ്കിലും
എനിക്ക് അഡ്വർടൈസ് ചെയ്യാമെന്ന് പറയുന്നത് ഞാൻ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ ഇവൻസിൻ്റെ പരിപാടികളുടെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഒരുപാട് വലിയ അങ്ങനെ ഡിസൈൻസോ ഭംഗിയിലോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള കുറച്ച് ഡിസൈൻസ് ആൻഡ് അവൈലബിൾ ആണ് എന്ന് തോന്നുന്ന കുറച്ച് കളേഴ്സ്, ഭയങ്കര റെയർ കളേഴ്സൊന്നും ഞാൻ ഒരിക്കലും അഡ്വർടൈസ് ചെയ്തിട്ടില്ല. കാരണം അവരത് റിക്വസ്റ്റ് ചെയ്ത് പിന്നീട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഭയങ്കര കോമൺ ആയിട്ട് കിട്ടുന്ന ആമസോണിലാണെങ്കിലും എവിടെയാണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്, ബലൂൺസിൻ്റെ ഡിസൈൻസ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് അങ്ങനത്തെയാണ് കൂടുതലും ഞാൻ FBയിൽ മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതിൽ നിന്നാണ് ആൾക്കാർ കൂടുതൽ ലിസ്റ്റിംഗ് കണ്ടിട്ട് എന്നെ അപ്രോച്ച് ചെയ്തേക്കുന്നത്, മെസ്സേജ് ചെയ്തേക്കുന്നത്. ഇനിയും ഈ മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ഇട്ട സമയത്ത് ഫസ്റ്റ് ഞാൻ ഒരു ആഴ്ചയിൽ ഞാൻ ഒരു 5 എണ്ണം പോസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ നെക്സ്റ്റ് വീക്കിൽ വീണ്ടും 5 എണ്ണം പോസ്റ്റ് ചെയ്തു. സോ ഞാൻ ജസ്റ്റ് 1 ലിസ്റ്റിങ്ങിൽ നിന്ന് എനിക്ക് ഒട്ടും ഓർഡേഴ്സ് അങ്ങനെ കിട്ടിയിട്ടില്ല ആദ്യമേ തൊട്ട്. ഞാനൊരു കണ്ടിന്യൂസ്ലി എനിക്കൊന്ന് 3-4 വീക്സോളം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയും ഓരോ ലിസ്റ്റിംഗ് 5 ഫോട്ടോസ് വെച്ച് ഇട്ടതിന് ശേഷമാണ് ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയത്. എനിക്കൊന്നും അതിൻ്റെ ആ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കാം. കാരണം നമ്മുടെ ഒറ്റ ലിസ്റ്റിങ്ങേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് കാണണം എന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പോൾ FBയിൽ മാർക്കറ്റ് പ്ലേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇത്രയും ഒരുപാട് ചെയ്തത് കൊണ്ട് അങ്ങനെയുള്ള ഓൾഡ് ലിസ്റ്റിങ്സ് ഞാൻ ചെയ്യാത്ത എൻ്റെ ഡിസൈൻസൊക്കെ റിമൂവ് ചെയ്തു. ആൻഡ് പിന്നെ ഞാൻ ഒരു FB പേജ് തുടങ്ങി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ജേർണി എന്ന് പറയുന്നത്. 3 ഇയേഴ്സ് മുന്നേ ഞാൻ എവിടെയായിരുന്നു അന്നത്തെ ആ ഒരു സ്റ്റേജ്, ഇനീഷ്യൽ ആ ഒരു ഇതെന്ന് പറയുന്നത് അതായിരുന്നു. ഇപ്പോൾ ഡിഫറെൻ്റാണ്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടിയും ഡിസൈൻസ് ട്രൈ ചെയ്യണതിന് എനിക്ക് കുഴപ്പമില്ല. കുറച്ചൊക്കെ ടെക്നിക്സ് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ജേർണി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് എങ്ങനെയാണ് ഞാൻ ഡിസൈൻസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ഞാൻ കുട്ടികളെ വെച്ചിട്ട് മാനേജ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇതിനകത്ത് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിലോ ആരെങ്കിലും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതല്ല ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതാണെങ്കിലും ഞാൻ വീഡിയോ ട്രൈ ചെയ്യാമെന്ന് ഇടാമെന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.